ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ തൻ്റെ മകനായ വിഷ്ണു നഷ്ടപ്പെട്ടത് ശാലിനി കാരണമാണ്, ശാലിനിയാണ് ഇല്ലാതാക്കിയതെന്നൊക്കെ ഉറച്ചു വിശ്വസിക്കുന്ന ഭാമയാണെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് കുട്ടികളെ കൊണ്ടുവരാനായിട്ട്. മകനോ നഷ്ടപ്പെട്ടു, ഇനി മകൻ്റെ മക്കളെയെങ്കിലും നഷ്ടപ്പെടുത്താതിരിക്കാനാണ് ഭാമ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതനുസരിച്ച് ഭാമയാണെങ്കിൽ നേരെ സ്കൂൾ വിടുന്ന സമയം നോക്കി സ്കൂളിൽ ചെല്ലുന്നുണ്ട്. എന്നിട്ട് കുട്ടികളെയും കൂട്ടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ കുട്ടികൾ സത്യഭാമയോടൊപ്പം വരുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ഓട്ടോ വന്ന് നിൽക്കുകയാണ്. അന്നേരം പിള്ളയും രാഘവൻ നായരും കൂടി അവിടെ ഉമ്മർത്തിരിക്കുകയാണ്. അന്നേരം ഓട്ടോ വരുന്നത് രാഘവൻ നായർ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതിൽ നിന്നും ഭാമ ഇറങ്ങുന്നു. കുട്ടികളെയും കൊണ്ടിറങ്ങുമ്പോൾ ഇവൾ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് വന്നോ എന്നിങ്ങനെ രാഘവൻ നായർ പിള്ളയോടായിട്ട് തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് കുട്ടികളകത്തേക്ക് അച്ഛച്ചാന്ന് പറഞ്ഞേക്ക് ഓടി വരുന്നുണ്ട്. അതിനുശേഷം കുട്ടികളങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം ഈ ഭാമയോട് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, ഈ പ്രായത്തിലെ കുട്ടികൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹമാണ് വേണ്ടത്, അത് കിട്ടിയാണ് അവർ വളരേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ ഭാമ ആകെപ്പാടെ അങ്ങോട്ട് ദേഷ്യമാണ്. അച്ഛൻ്റെ സ്നേഹം ഇവർക്കിനി എങ്ങനെ കിട്ടാനാണ് എന്നിങ്ങനെ ഭാമ ചോദിക്കുകയാണ്. അന്നേരം പിള്ളയ്ക്കൊക്കെ ഇത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ രാഘവൻ നായർ ഇങ്ങനെ നോക്കുകയാണ്, അതെന്താ കിട്ടാത്തത് എന്നുള്ള രീതിക്ക് സത്യഭാമയെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത്രയുമേ ഈ ഒരു പ്രൊമോ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി കുട്ടികളെ തിരിച്ചു വിളിക്കാനായിട്ട് ശിവനിനെ സ്കൂളിൽ ചെല്ലുമ്പോൾ അറിയും സത്യമ്മ കൊണ്ടുപോയി എന്നുള്ളതും. പിന്നീട് ശാലിനിയെ വിളിക്കാനായിട്ട് വരുമോ, അതോ കുട്ടികളിനി ബഹളം ഉണ്ടാക്കുമോ, തിരികെ പോകണമെന്നുള്ളത് ഏതാണെന്നുള്ളത് നമുക്ക് കാണാം. എന്തായാലും ഇവരിനി മാറി താമസമൊന്നും കാണില്ല കുട്ടികളൊക്കെ ആയിട്ട്. ഇനി സത്യഭാമ സത്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ തിരിച്ചിനി കൂട്ടിക്കൊണ്ട് വരികയുള്ളൂ. അതിനോടകം ഇനി വിഷ്ണുവിൻ്റെ ഹൃദയമാണ് ശിവനിലിരിക്കുന്നത് എന്നൊരു സത്യം ശാലിനി അറിയുമോ എന്നുള്ളതാണ്. പിന്നീട് ശാരികയെ കാണിക്കുന്നില്ല, ശാരികയ്ക്ക് എന്ത് സംഭവിച്ചു, എങ്ങോട്ടാണ് പോയത് എന്നുള്ളത്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.